നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒടുവിലെ കാര്യം ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഓർഗെ ഹീസസ് അൽ നസറിൻ്റെ കോച്ചായിരിക്കുന്നു. അൽ നസറിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: മിസ്റ്റർ ഓർഗെ ഹീസസ് ഈസ് ദി കോച്ച് ഓഫ് ഫസ്റ്റ് ഫുട്ബോൾ ടീം ഓഫ് ദി അൽ നസർ ക്ലബ്ബ്. ഈ ഒരു കോൺട്രാക്റ്റ് ഒറ്റ സീസണിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിന് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നത്. അതായത് അൽ നസർ ഹോർഗെ ഹീസസിനെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ഒറ്റ സീസണിലേക്കാണ്. ബാക്കി ആ സീസണിന് ശേഷം തീരുമാനിക്കും. എന്നാലും ഇതൊരു പ്രധാനപ്പെട്ട മൂവാണ്. കാരണം ഇതുവരെ അൽ ഹിലാലിൻ്റെ കോച്ചായിരുന്ന ഒരാൾ തൊട്ടടുത്തുള്ള റൈവൽസായ അൽ നസറിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളത് ഈ ഒരു ഡീൽ എളുപ്പമാക്കി എന്ന് ഹോർഗെ ഹീസസ് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കോൾ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് സംഭവിക്കില്ലായിരുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നു. എന്തായാലും 70കാരനായിട്ടുള്ള ഹോർഗെ ഹീസസ് വ്യത്യസ്ത ക്ലബ്ബുകളെ പരിശീലിപ്പിച്ച് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. അൽ ഹിലാലിൽ 2018 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനുശേഷം ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലമിംഗോയിലേക്കും പോർച്ചുഗീസ് ക്ലബ്ബ് ബെൻഫിക്കയിലേക്കും തുർക്കിഷ് ക്ലബ്ബ് ഫെനർബാഷയിലേക്കും പോയതിനു ശേഷം 2023 വീണ്ടും സൗദി അറേബ്യയിലേക്ക് മടങ്ങിയെത്തി അൽ ഹിലാലിനോടൊപ്പം മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കി. എന്നാൽ പോയ സീസണിൽ അത്ര വലിയ നേട്ടങ്ങളിലേക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം സാക്ക് ചെയ്യപ്പെടുകയായിരുന്നു. ഒടുവിൽ ഇതാ അൽ നസർ അദ്ദേഹത്തെ കോച്ചായി പ്രഖ്യാപിക്കുന്നു. സ്റ്റെഫാനോ പിയോളിയെ പുറത്താക്കിയ ശേഷം പറഞ്ഞുകേട്ട പേരുകളിലെ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ഹോർഗെ ഹീസസ് തന്നെയാണ്. ഇപ്പോൾ അക്കാര്യം ഒഫീഷ്യലായിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.